കർത്താവിന് വേണ്ടി ഒരു സെൻറ്റർ തുടങ്ങണം, ആഗോള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ഒരു സെൻറ്റർ അമേരിക്കയിൽ തുടങ്ങണം, ഒരു ധ്യാന കേന്ദ്രം, ഒരു കൂട്ടായ്മ, ഒരു സ്റ്റഡി സെൻറ്റർ, ഇതെല്ലാം ചെയ്യാൻ വേണ്ടി കർത്താവ് ഒരു പ്രേരണ തന്നു. മമ്മി കുളിച്ച് വന്ന് ബൈബിൾ എടുത്ത് ഇതങ്ങ് വായിക്കാൻ തുടങ്ങുകയല്ല, ഫാദർ അങ്ങ് വയലൻ്റായി ചുമരിൽ പോയി ഇടിച്ചു, അങ്ങനെ ആ കട്ടിലിൽ വന്നങ്ങ് വന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വർഗസ്നായ പിതാവ് ചെല്ലാൻ പോലും അറിയില്ലായിരുന്നു. ഈ ധ്യാനം കഴിഞ്ഞിട്ടാണ് പിള്ളേരാണ് എന്നെ കുരിശു വരയ്ക്കാൻ പഠിപ്പിച്ചത്. 2020 വലിയ ഒരു ഹെയിൽ വീണു. ഹെയിൽ എന്ന് പറഞ്ഞാൽ കല്ലുമഴ ആ ദേശത്ത് മുഴുവൻ വീണു. ഒത്തിരി വീടുകൾക്ക് ഡാമേജ് പറ്റി. അപ്പം ഞാൻ നോക്കുമ്പോൾ പിറ്റേ ദിവസം മുതൽ അറിയാത്തവർ പോലും എന്നെ വിളിക്കുക. സുനിൽ ബ്രദർ പറഞ്ഞു അപ്പൻ്റെ ശവടക്കിന് വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു, ആൾക്കാരൊക്കെ വരാൻ പറഞ്ഞിരുന്നു. പക്ഷേ ധ്യാനം കൂടി, ധ്യാനത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു. ബ്രദറിൻ്റെ ചാച്ചനെ ദൈവം നടത്തി. ഇതൊരു വലിയൊരു സംഭവമായിരുന്നു. അതിനുശേഷം എന്താണ് ബ്രദറിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ഇതിങ്ങനെ ഞാൻ അറിയാം. ഈ ധ്യാനം കൂടിയതിന് ശേഷം ധ്യാനത്തിൽ ഇങ്ങനെ അത്ഭുതം നടന്നപ്പോൾ പിറ്റേ ദിവസം ധ്യാനം തീർന്നു, ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ പപ്പയ്ക്കുണ്ടായ ഒരു അവസ്ഥ ഞാൻ കാണുന്നത്, എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ചോദിക്കുകയാണ്, നീ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ധ്യാനം കൂടിയിട്ട് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഞാൻ വെഞ്ചിരിച്ച വെള്ളം കൊടുത്തു. വെഞ്ചിരിച്ച വെള്ളം എൻ്റെ പപ്പ കുടിച്ചു. ആദ്യമായിട്ട് വെള്ളം കുടിക്കുന്നത് അങ്ങനെയാണ്. അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ ശാന്തമായി. പക്ഷേ എൻ്റെ അപ്പൻ ആ സമയത്തെല്ലാം ഭയങ്കര വിഭ്രാന്തിയായിരുന്നു. മുണ്ട് ഊരി വലിച്ചെറിയുക. ഞാൻ അപ്പോൾ വെഞ്ചിരിച്ച വെള്ളം കൊടുന്ന് വീട്ടിലെല്ലാം റൂമിലെല്ലാം തെളിച്ചു. അത് കഴിഞ്ഞ് ഞാൻ മാറിക്കഴിഞ്ഞ് ഞാൻ ഒന്ന് പുറത്ത് പോയി വന്നപ്പോൾ ചീത്തയും തെറിയും ഭയങ്കര വിളിയായിരുന്നു. അമ്മേനെ വെറും ചീത്തയും തെറിയും വിളിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്ത് പറ്റി? അപ്പോൾ ഞാൻ ഇങ്ങനെ ധ്യാനകേന്ദ്രത്തിൽ വിളിച്ചപ്പോൾ അവിടുത്തെ ഒരു സിസ്റ്റർ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 14 മുതൽ 29 വരെ വായിക്കാൻ പറഞ്ഞു. മർക്കോസ് 9, 14 മുതൽ 29 വരെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്തിനാ ഇത് വായിക്കണേ? പക്ഷേ അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു, ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ മമ്മിയോട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ മമ്മി എന്ത് ചെയ്തു? മമ്മി കുളിച്ച് വന്ന് ബൈബിൾ എടുത്ത് ഇതങ്ങ് വായിക്കാൻ തുടങ്ങുകയല്ല, ഫാദർ അങ്ങ് വയലൻ്റായി ചുമരിൽ പോയി ഇടിച്ചു, അങ്ങനെ ആ കട്ടിലിൽ വന്നങ്ങ് വീണു. എന്ത് പറയുന്നു? ഞാൻ നോക്കുമ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പുള്ളി എണീറ്റത്. എണീറ്റപ്പോൾ പുള്ളി ഒരു പുതിയ മനുഷ്യനാണ്. പുള്ളിക്ക് എന്ത് നടന്നു എന്നൊന്നും അറിയില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ ഇതിന് ശേഷം അപ്പോൾ തന്നെ എൻ്റെ ബ്രദേഴ്സ് എല്ലാം അമേരിക്കയിൽ നിന്ന് വന്നിരുന്നു. എൻ്റെ 2 ബ്രദേഴ്സ് അമേരിക്കയിലാണ്. എൻ്റെ വൈഫും ഒരു മോളും വന്നില്ല. ഇവർ വന്നു, പക്ഷെ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ തിരിച്ചു പോയി. സുനിൽ ബ്രദറൻ ആ ധ്യാനം കൂടിയപ്പോൾ, ജീവിതത്തിൽ ആദ്യമായി നടന്ന ആ ധ്യാനം കൂടിയപ്പോഴേക്കും ബ്രദറിന് ഒരു പുതിയ ഉണർവുണ്ടായി. ഈശോ ബ്രദറിനെ സ്പർശിച്ചതുപോലെ അനുഭവങ്ങളുണ്ടായി. അപ്പനെ ഈശോ ഉയർത്തി, വീണ് കിടന്ന അപ്പനെ ഉയർത്തി. ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ബ്രദറിന് ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടായതുപോലെ എനിക്ക് തോന്നുന്നു. അതിനെപ്പറ്റി ഒന്ന് ബ്രദറിന് പറയാൻ പറ്റുമോ? അച്ഛാ, ഈ ധ്യാനം കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയൊരു ബോധ്യം, കർത്താവ് ലൈവാന്ന് തോന്നി. ജീവിക്കുന്ന കർത്താവാന്ന് തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇനി ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം. അന്ന് തന്നെ ഞാൻ തീരുമാനമെടുത്തു. ഈ ധ്യാനം കൂടി വീട്ടിലെത്തി അന്ന് തന്നെ തീരുമാനമെടുത്തു, ഞാൻ ഇനി ഒരിക്കലും മദ്യപിക്കില്ല. ഞാൻ ഇനി എൻ്റെ 3 ബാറും നിർത്തും. ഞാൻ ഇനി ബാറായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല, മദ്യപിക്കില്ല എന്നുള്ളൊരു തീരുമാനം ഞാൻ എടുത്തു. അതിനുശേഷമാണ് ഞാൻ ഒരു തീരുമാനം എടുത്തത്. പിന്നെ കൂടുതൽ ഈശോനെ അറിയാനും പിന്നെ ഭയങ്കരമായിട്ട് ദാഹം വന്നു. ഈശോനെ അറിയാൻ, വചനം പഠിക്കാൻ, വചനം വായിക്കാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വർഗസ്നായ പിതാവ് ചെല്ലാൻ പോലും അറിയില്ലായിരുന്നു. ഈ ധ്യാനം കഴിഞ്ഞിട്ടാണ് പിള്ളേരാണ് എന്നെ കുരിശു വരയ്ക്കാൻ പഠിപ്പിച്ചത്. പിള്ളേരെന്നെ കുരിശു വരയ്ക്കാൻ പഠിപ്പിച്ചു, നന്മ നിറഞ്ഞ മറിയമ്മ ചെല്ലാൻ പഠിപ്പിച്ചു, സ്വർഗസ്നായ പിതാവ് ചെല്ലാൻ പഠിപ്പിച്ചു. ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ ഈ ഒരു ധ്യാനം കൂടിയതിന് ശേഷം.
അതിനുശേഷം എന്നും പള്ളിയിൽ പോകാൻ തുടങ്ങി, സ്ഥിരമായി പള്ളിയിൽ പോകാൻ തുടങ്ങി. പിന്നെ ശുശ്രൂഷകരെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. ധ്യാനങ്ങൾ വരുമ്പോഴെല്ലാം, നമ്മുടെ അമേരിക്കയിൽ ധ്യാനങ്ങൾ വരുമ്പോഴെല്ലാം അവരെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒത്തിരി 3 വർഷം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിനുശേഷം ഞാൻ ഡെയിലി കുർബാന മുടക്കാറില്ലായിരുന്നു. അതിനുശേഷമാണ് ഞാനും വൈഫും കൂടി പിന്നെ വീട്ടിൽ പ്രാർത്ഥന തുടങ്ങി. അല്ലെങ്കിലൊന്നും സന്ധ്യാപ്രാർത്ഥന ഉണ്ടായിരുന്നില്ല, കുടുംബ പ്രാർത്ഥന തുടങ്ങി. അതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന 3 വർഷം വരെ പ്രാർത്ഥിച്ചു. അതിനുശേഷമാണ് കർത്താവ് ഒരു വെളിപ്പെടുത്തൽ കിട്ടി, നിന്നെ വിളിച്ചിരിക്കുന്നത് ഞാനാണ്, അപ്പോൾ എനിക്ക് വേണ്ടി നീ എന്തിനി ചെയ്യും. അപ്പോൾ അപ്പോഴാണ് കർത്താവിൻ്റെ ഒരു സ്വരം കേൾക്കാനിടയായത്, എനിക്ക് വേണ്ടി നീ ഒരു ആഗോള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നാണ് നമ്മൾ തീരുമാനം എടുത്തത്, ഈശോയ്ക്ക് വേണ്ടി ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇനി എന്ത് ചെയ്യണം കർത്താവിനോട് ചോദിച്ചു. അപ്പോൾ അന്നാണ് ഒരു കുർബാനയിൽ ഈശോ എൻ്റെ വൈഫിൻ്റെ പേര് പ്രിയ, ഞങ്ങൾ ഒരുമിച്ച് കുർബാനയിൽ കഴിഞ്ഞ് ആരാധനയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് നമുക്കൊരു വെളിപാട് കിട്ടിയത്, കർത്താവിന് വേണ്ടി ഒരു സെൻറ്റർ തുടങ്ങണം, ആഗോള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ഒരു സെൻറ്റർ അമേരിക്കയിൽ തുടങ്ങണം, ഒരു ധ്യാന കേന്ദ്രം, ഒരു കൂട്ടായ്മ, ഒരു സ്റ്റഡി സെൻറ്റർ, ഇതെല്ലാം ചെയ്യാൻ വേണ്ടി കർത്താവ് ഒരു പ്രേരണ തന്നു. അന്ന് നമ്മൾ തീരുമാനിച്ചപ്പോൾ അവിടെ നമുക്ക് 2020 കൊറോണ കാലഘട്ടങ്ങളായിരുന്നു. അപ്പോൾ പൈസയ്ക്ക് ഭയങ്കര ടൈറ്റായിരുന്നു. എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. ഞാൻ കൺസ്ട്രക്ഷൻ വർക്കാണ്, ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ എനിക്ക് കൺസ്ട്രക്ഷൻ എല്ലാം അറിയായിരുന്നു. ഞാൻ ചെറുപ്പം മുതലേ അമേരിക്കയിൽ 96-ൽ ചെന്നതാണ്. അന്ന് മുതലേ ഞാൻ കൺസ്ട്രക്ഷൻ വർക്കിലായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് കാർപ്പൻട്രി വർക്കും ഫ്രെയിമിങ്ങും വീടുണ്ടാക്കലും ഇതെല്ലാം എനിക്ക് അറിയാവുന്ന കാരണം ഞാൻ ആ ഒരു മേഖല എനിക്കറിയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു 70 ഏക്കർ സ്ഥലം ഈസ്റ്റ് ടെക്സസ് എന്ന് പറഞ്ഞാൽ ഡാളസിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ ഈസ്റ്റായിട്ട് ഒരു 70 ഏക്കർ സ്ഥലം ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല അത് മേടിക്കാൻ. പക്ഷേ $10,000 എൻ്റെ ബാങ്കിലുണ്ട്. ഞാൻ അപ്പോൾ അത് പോയി നോക്കിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് നോക്കിയപ്പോൾ കർത്താവ് പറഞ്ഞ പോലെ ഉള്ള സ്ഥലമാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഞാൻ മേടിച്ചോളാം എന്ന് പറഞ്ഞു. ആ ഏജൻറ്റ്, ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇത് മേടിച്ചോളാം, ഞാൻ അഡ്വാൻസ് തരിക എന്ന് പറഞ്ഞു. അങ്ങനെ 3-4 വർഷമായിട്ട് വിൽക്കാതെ കിടക്കിരുന്ന ഈ സ്ഥലം ഞാൻ അഡ്വാൻസ് കൊടുത്തു, മേടിച്ചു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിന് ഇത്രയും രൂപ വേണമല്ലോ, ഇനി എവിടെ നിന്ന് ഉണ്ടാക്കും. അപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ എനിക്കിതിനൊരു ലോണ് ശരിയാക്കി തരണേ. അപ്പോൾ ഞാൻ തൊട്ടടുത്തുള്ളൊരു ബാങ്കിൽ പോയി. അപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കി ഏത് ബാങ്കാണ് അടുത്തുള്ളതെന്ന്. ഗൂഗിൾ ചെയ്ത് നോക്കി ബാങ്കിൽ പോയി അവിടെ സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ ഓണർ ബാങ്കിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു. അപ്പോൾ ആ വൈസ് പ്രസിഡൻ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ലോണ് തരാം. അപ്പോൾ ഇതൊക്കെ ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഒരു വേക്കൻറ്റ് ലാൻഡിനൊക്കെ ലോണ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു 6 മാസമെങ്കിലും എടുക്കാതെ ലോണ് കിട്ടില്ല. അപ്പോൾ ആൾ എന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ വിളിച്ചിട്ട് പറയുകയാണ്, ലോണ് റെഡിയാണ്, എന്ന് വേണമെങ്കിൽ നമുക്ക് ക്ലോസിങ്, എന്ന് വേണമെങ്കിൽ തീരെടുക്കാം, ക്ലോസ് ചെയ്യാം, ലോണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള 80% ലോണ് തരാം, 20% പൈസ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. പക്ഷേ ഈ 20% പൈസ പോലും എൻ്റെ കയ്യിൽ അന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവിൻ്റെ ഹിതാണെങ്കിൽ എന്ത്. അപ്പോഴാണ് ആ 2020 വലിയ ഒരു ഹെയിൽ വീണു. ഹെയിൽ എന്ന് പറഞ്ഞാൽ കല്ലുമഴ ആ ദേശത്ത് മുഴുവൻ വീണു. ഒത്തിരി വീടുകൾക്ക് ഡാമേജ് പറ്റി. അപ്പം ഞാൻ നോക്കുമ്പോൾ പിറ്റേ ദിവസം മുതൽ അറിയാത്തവർ പോലും എന്നെ വിളിക്കുക, റൂഫ് നേരാക്കണം, റൂഫ് മാറണം. അങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഒരു 10-350 റൂഫ് ആ വർഷം കർത്താവ് എന്നെ കൊണ്ട് മാറ്റി. എനിക്ക് വേണ്ടതും ഇത് ഫുൾ ലോണും കൂടി എടുക്കേണ്ട ആവശ്യം വന്നില്ല. അത്രത്തോളം പൈസ കർത്താവ് എനിക്ക് ഈ ഒരു വർക്കിലൂടെ, ഞാൻ വളരെ ചുരുങ്ങിയ പൈസയെ അതിൽ നിന്ന് ഓരോ വീട് റൂഫ് മാറുമ്പോഴും മേടിച്ചുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ന്യായമായ ഒരു മേടിക്കണമെന്ന് എൻ്റെ ആത്മാവിൽ എനിക്ക് തോന്നിച്ചായിരുന്നു. പക്ഷേ ഞാൻ അതെല്ലാം മാറ്റി വെച്ച് അന്ന് തന്നെ എനിക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു, ഇനി ഞാൻ എന്ത് സമ്പാദിക്കുന്നതോ അത് ഈശോയ്ക്ക് വേണ്ടി ചിലവഴിക്കണം. അപ്പോൾ ആ പൈസയെല്ലാം മേടിച്ചാണ് അത് തുടങ്ങിയത്. ഈ സെപ്റ്റംബർ 2025 സെപ്റ്റംബർ 8-ാം തീയതി വന്നു കഴിഞ്ഞാൽ 4 വർഷം പൂർത്തിയാവുകയാണ് ആ സെൻറ്റർ തുടങ്ങിയിട്ട്. കർത്താവിൻ്റെ ഒരു കരുണയാണ്. അത് തൊട്ടടുത്തുള്ള ടൈലർ ഡയസിസിലാണ് ഈ റിട്രീറ്റ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. ബ്രദറെ, അപ്പോൾ അമേരിക്കയിൽ ബ്രദർ തുടങ്ങിയെന്ന് പറഞ്ഞ വളരെ ആശ്ചര്യജനകമായിട്ട് തുടങ്ങിയെന്ന് പറഞ്ഞ ആ ധ്യാനകേന്ദ്രം, അതിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി ഒന്ന് പറയാമോ? എങ്ങനെ അത് പ്രവർത്തിക്കുന്നു? കാരണം ബ്രദറിൻ്റെ സ്വപ്നം ചില ആഗോള കത്തോലിക്ക സഭയുടെ നന്മയ്ക്ക് വേണ്ടി ഒരു ധ്യാനകേന്ദ്രം എന്നാണ് ബ്രദർ പറഞ്ഞത്.
അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി ഒന്ന് പറയാമോ? ഇവിടെ അച്ഛാ അത് ഇങ്ങനെയാണ്. നമുക്ക് അവിടെ ധ്യാനങ്ങൾ ഇപ്പോൾ പല റീത്തിൽ നിന്നുള്ളവർ സീറോ മലബാർ, ലാറ്റിൻ, മലങ്കര, ജ്ഞാനായ എല്ലാ റീത്തിൽ നിന്നുള്ള ധ്യാനങ്ങളും നമ്മളവിടെ കോർഡിനേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ കേരളത്തിലെ ലേ വചനപ്രഘോഷകരെല്ലാം അവിടെ ധ്യാനങ്ങൾ നടത്താറുണ്ട്. എനിക്ക് തോന്നുന്നത് തുടങ്ങിയിട്ട് ഇന്നേ വരെ ഒരു 50-60 ധ്യാനം അവിടെ മലയാളം തന്നെ നടത്തിയിട്ടുണ്ടാവും. പിന്നെ ഇംഗ്ലീഷ് അതിന് പുറമെ എല്ലാ മാസവും 2 ധ്യാനം മിനിമം അവിടെ നടക്കുന്നുണ്ട്. ധ്യാനങ്ങളും ഒത്തിരി ഈശോനറിയാത്തവർ, ഈ സ്പാനിഷ് ഗ്രൂപ്പ് ഒത്തിരി വരുന്നുണ്ട്. ഈശോനറിയാത്തവർക്ക് അവിടെ വന്ന് ധ്യാനം കൂടി ഒത്തിരി അനുഭവം കർത്താവ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലേ മിഷനാണ്. അപ്പോൾ എൻ്റെ കൂടെ കുറച്ച് ബ്രദേഴ്സും കുറച്ച് സിസ്റ്റേഴ്സും അതിൻ്റെ കൂടെ ഉണ്ട്. ബ്രദറെ, ആ ധ്യാന കേന്ദ്രം തുടങ്ങിയ ശേഷം ഒരു ബ്രദറിനെ ടച്ച് ചെയ്തൊരു അനുഭവം പറയാമോ? എന്നെ ടച്ച് ചെയ്ത അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട് ടച്ച് ചെയ്തത്. ഫസ്റ്റിലത്തെ ഒരു ധ്യാനത്തിന് തന്നെ അവിടെ ഒരു സോറിയാസിസ് ബാധിച്ച ഒരു മകൻ ഉണ്ടായിരുന്നു. സോറിയാസിസ് ആയിരുന്നു പുള്ളിക്ക്. ആ മകനെ ഈശോ ഹീൽ ചെയ്തു. അത് അവിടെ നടന്ന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ആ മകനാണെങ്കിലും കുമ്പസാരിക്കില്ലായിരുന്നു. 10-25 വർഷമായിട്ട് കുമ്പസാരിക്കാത്തൊരു മകൻ അവിടെ വന്ന് കുമ്പസാരിച്ച് അച്ഛൻ കുമ്പസാരം കേട്ട് അച്ഛൻ അന്നാവെള്ളം എടുത്ത് തെളിച്ച് വിട്ടു. പിറ്റേ ദിവസം രാവിലെ വന്നപ്പോൾ കംപ്ലീറ്റ് മേലെല്ലാം കരിഞ്ഞിരിക്കുന്നു. അതൊക്കെ എൻ്റെ കണ്ണങ്ങ് തുറപ്പിച്ചു. അപ്പോൾ ഇത് ഈശോയുടെ സ്ഥലമാണെന്നുള്ളൊരു ബോധ്യം എനിക്ക് വന്നു. അതാണ് ആ ഈശോയുടെ സ്ഥലമാണ്. അങ്ങനെ ഒത്തിരി 1-2 പേര് ക്യാൻസർ ബാധിച്ചവർ, അങ്ങനെ അവിടെ ഒത്തിരി ഹീലിംഗ് ഈശോ. പിന്നെ അവിടെ വരുന്നവർക്കെല്ലാം ഒരു ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് അവിടെ ധ്യാനം കൂടി പോകുന്നത്. സ്പാനിഷുകാരാണെങ്കിലും ആഫ്രിക്കയിൽ നിന്നുള്ള ഒത്തിരി ആൾക്കാർ അവിടെ വന്ന് ധ്യാനം കൂടി. സുനിൽ ബ്രദറിന് കേട്ടപ്പോഴേക്കും എനിക്ക് വളരെയധികം കൂടുതലായിട്ട് അറിയണമെന്നൊരു ആഗ്രഹം. കാരണം ആഗോള കത്തോലിക്ക സഭയുടെ നന്മയ്ക്ക് വേണ്ടി ബ്രദർ തുടങ്ങി അമേരിക്കയിൽ തുടങ്ങിയിരിക്കുന്ന ആ പ്രവർത്തനങ്ങൾ അത് വളരെയധികം ഒരു ടച്ചിങ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഒന്നും ബ്രദർ ചിന്തിച്ചില്ലേ? അച്ഛാ, ഞാൻ ചിന്തിച്ചു ഇന്ത്യക്ക് വേണ്ടി. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു ധ്യാന കേന്ദ്രത്തിൻ്റെയോ അങ്ങനെ ഒരു ആവശ്യമില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചത് നോർത്ത് ഈസ്റ്റ് ആ ഭാഗത്തെങ്ങാനും ഒരു ധ്യാന കേന്ദ്രം തുടങ്ങാം. അപ്പോൾ അവിടെയുള്ള കാറ്റഗിസ്റ്റുകളെ ഞങ്ങൾ പ്രാർത്ഥിച്ച് നോക്കിയപ്പോൾ, ഞാനും വൈഫും കൂടി പ്രാർത്ഥിച്ച് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയൊരു മെസ്സേജ് നോർത്ത് ഈസ്റ്റ് ഭാഗമാണ്. നമുക്ക് 3 കാര്യങ്ങളാണ് ഈശോ വെളിപ്പെടുത്തി തന്നത്: അമേരിക്ക, നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, ആഫ്രിക്ക. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ശക്തമായി ഈ 3 രാജ്യങ്ങളാണ് ഈശോ നമുക്ക് കാണിച്ചു തന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങൾ തുടങ്ങാൻ വേണ്ടി ഞാൻ ആസാമിലെ ഡിഫു ഡയസിസിലൊക്കെ ഞാൻ പോയി അവിടുത്തെ പിതാവ് പോൾ മറ്റേക്കാട്ട് പിതാവിനെ കണ്ടു. പക്ഷേ ഒത്തിരി അവിടെയൊക്കെ തുടങ്ങാൻ ഒത്തിരി ബുദ്ധിമുട്ടും അവിടുത്തെ സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവ് വേറൊരു കാര്യം വെളിപ്പെടുത്തി തന്നത്: എന്നാൽ കേരളത്തിൽ തന്നെ തുടങ്ങാം. പക്ഷേ അതൊരു ധ്യാനകേന്ദ്രമാണെങ്കിൽ തന്നെ ഗ്രേസ് ഓഫ് ഹെവൻ, ഇപ്പോൾ അമേരിക്കയിലെ ധ്യാനകേന്ദ്രത്തിൻ്റെ പേര് ഗ്രേസ് ഓഫ് ഹെവൻ റിട്രീറ്റ് സെൻ്റർ എന്നാണ്. ഇതൊരു ലേ അപ്പോസ്റ്റലേറ്റാണ്. അപ്പോൾ ഗ്രേസ് ഓഫ് ഹെവൻ ലേ മിഷനാണ്. അപ്പോൾ അതേപോലെ ഒരു ഗ്രേസ് ഓഫ് ഹെവൻ ലേ മിഷൻ കേരളത്തിലും തുടങ്ങാൻ വേണ്ടി ഈശോ ഒരു പ്രേരണ തന്നു. ഞാൻ വയനാട് ഒരു ധ്യാന കേന്ദ്രത്തിൽ ഒരു 2 ദിവസം ധ്യാനിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞു: സഹോദര, തൃശ്ശൂർ ഒരു കോൺവെൻറ്റ് കൊടുക്കാനുണ്ട് കേരളത്തിൽ, തൃശ്ശൂർ. അത് അവർ വിൽക്കാൻ വേണ്ടി ബുദ്ധിമുട്ടിയിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നോക്കാം. ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് നോക്കി. ഞാൻ അവിടെ ചെന്ന് കണ്ടു. അവിടെ ചെന്ന് കണ്ടപ്പോൾ എല്ലാം നശിച്ച് കിടക്കുക. കുറച്ച് സ്ഥലവും ഒരു ബിൽഡിങ്ങും ഉണ്ട്, ഒരു പഴയ ബിൽഡിങ്. അപ്പോൾ എല്ലാം നശിച്ച് കിടക്കും. അപ്പോൾ അവരുടെ വൊക്കേഷനില്ല, അത് നിർത്താനുള്ള പരിപാടി. അപ്പോൾ അവർക്കത് വിൽക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു സിസ്റ്റേഴ്സിനടുത്ത്, സിസ്റ്റേ ഞാനിത് മേടിച്ചോളാം. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ്, ഇത് ഈശോയ്ക്ക് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഇവിടെ ഞാൻ നാട്ടിൽ ചെന്ന്, ഇവിടെ ലാറ്റിൻ ഡയസിസിൻ്റെ കീഴിലാണ് അമേരിക്കയിൽ ഈ നമ്മുടെ റിട്രീറ്റ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നാട്ടിൽ ചെന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ ചെന്നു. നമ്മുടെ കോട്ടപ്പുറം ഡയസിസായിട്ട് ലാറ്റിൻ ഡയസിസ്. ഇപ്പോൾ ഈ സ്ഥാപനം തൃശ്ശൂരിലെ ഈ പറഞ്ഞ കോൺവെൻറ്റ് നിലനിൽക്കുന്നത് കോട്ടപ്പുറം ഡയസിസിൻ്റെ ടെറിട്ടറിയിലാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. തൃശ്ശൂരിലെ ഇടവകയിലെ അച്ഛനെ പോയി കണ്ടു. സേക്രഡ് ഹാർട്ട് ചർച്ചിലെ അച്ഛൻ ഫാദർ ജോഷി മുട്ടിക്കൽ അച്ഛനായിട്ടാണ് ആദ്യം ഞാൻ ബന്ധപ്പെടുന്നത്. ഇങ്ങനൊരു സംഭവം ഉണ്ട് അച്ഛാ, എനിക്ക് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, അച്ഛൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു,
ഒരു കുഴപ്പമില്ല സുനിലെ, ഞാൻ ഫുൾ സപ്പോർട്ട് നിനക്ക് തരാം, നമുക്ക് പിതാവിനെ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കോട്ടപ്പുറം ഡയസിസിൽ പോയി പിതാവിനെ കണ്ടു, സംസാരിച്ചു. അതിനുശേഷം പിതാവ് ഈ ഇത് മേടിക്കാനുള്ളൊരു വെർബൽ അനുമതി തന്നു. അതിനുശേഷം ആണ് ഞാൻ സിസ്റ്റേഴ്സായി വന്ന് കണ്ട് ഈ തൃശ്ശൂർ, കേരളത്തിലെ തൃശ്ശൂർ കുണ്ടുകാട് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. കുണ്ടുകാട് ഇങ്ങനെ ഒരു ധ്യാന കേന്ദ്രം തുടങ്ങാനും ഇങ്ങനെ ഒരു ട്രെയിനിങ് സെൻറ്റർ, ലേ അപ്പോസ്റ്റലേറ്റ് മിഷണറീസ് ട്രെയിനിങ് സെൻറ്റർ തുടങ്ങാനും കർത്താവ് അതിന് നമുക്ക് ഇത് തന്നു. ഇത് നമ്മളെ കോട്ടപ്പുറം ഡയസിസിൻ്റെ കീഴിലാണ്. അന്ന് മുതലേ പിതാവ് നമുക്ക് അനുമതി തന്നു. ഇത് മേടിച്ചത് 2023 ലാസ്റ്റാണ്. 24 ജൂണിലാണ് ഇത് നമ്മൾ തുടങ്ങിയത്. ഈ ലേ മിഷൻ തൃശ്ശൂർ തുടങ്ങിയത് 29 ജൂൺ 29 ബിഷപ്പ് ബിഷപ്പ് അംബ്രോസ് പിതാവാണ് ഇത് വെഞ്ചരിച്ചത്. അതേപോലെ നമുക്ക് ഇപ്പോൾ തൃശ്ശൂർ നമുക്ക് സിസ്റ്റേഴ്സിൻ്റെ ഒരു കോൺവെൻറ്റുമുണ്ട്. അത് ഡോട്ടേഴ്സ് ഓഫ് സേക്രഡ് ഹാർട്ട് സിസ്റ്റേഴ്സ്, അവരാണ് നമുക്ക് അവിടെ എല്ലാം സഹായിക്കുന്നത്. 3 സിസ്റ്റേഴ്സ് ഇവിടെയുണ്ട്. ഇത് ജൂൺ 29 2024 തുടങ്ങി. അതിനുശേഷം പിതാവ് തന്നെ ഒരു അച്ഛനെ സ്പിരിച്വൽ ഡയറക്ടറായിട്ട് നമുക്കിവിടെ അപ്പോയിൻമെൻറ്റും ചെയ്തു. പിന്നെ എല്ലാ ശനിയാഴ്ചയും ഇവിടെ ഏകദിന ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. എല്ലാ ശനിയാഴ്ചയും അൽമായരും അച്ഛനും കൂടി ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. ബ്രദർ സ്വപ്നം കാണുന്ന പോലെ നമ്മുടെ ഇന്ത്യൻ സഭയ്ക്കും ആഗോള സഭയ്ക്കും ഈ ലേ മിഷണറീസ് മൂവ്മെൻറ്റ് വഴിയായിട്ട് ഒരു പുതിയ ഉണർവുണ്ടാകട്ടെ. അതിനുവേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മളിരിക്കുന്ന ഈ സെൻറ്റർ, ട്രിച്ചൂറുള്ള ഈ സെൻറ്റർ വഴിയായി നമ്മുടെ ഭാരതത്തിലുള്ള പല സ്റ്റേറ്റുകളിലുമുള്ള കാറ്റഗിസ്റ്റുമാരും ലേ മിഷണറീസും ഒക്കെ ഇവിടെ വന്ന് നല്ല രീതിയിൽ ട്രെയിനിങ് നടത്തി അവിടെ കപ്പാസിറ്റി ബിൽഡിംഗ് വഴിയായി അവർ തിരിച്ചു വന്ന് ഈശോയെ ഗ്രാമങ്ങളിലുള്ള ജനങ്ങൾ കൊടുക്കുവാൻ ഇടവരുത്തട്ടെ. അപ്പം ബ്രദർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഈ മിനിസ്ട്രിക്കും ദൈവത്തിൻ്റെ കരുണയും അനുഗ്രഹവും ഉണ്ടായിരിക്കുമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് നന്ദി, ബ്രദറിന് നന്ദി.